പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മുസ്ലിം വോട്ട് കിട്ടണമെങ്കിൽ പിന്നെ ഇതാണ് നല്ല മാർഗം. എനിക്ക് ലീഗിൻ്റെ സ്റ്റാൻഡ് കുറേ കൂടിയും ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇർഫാൻ ഹബീബ് അതിലൊരു പ്രോമിനൻറ്റ് റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. കാരണം ആളുകൾ അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിലല്ല കാണാറുള്ളത്. അദ്ദേഹത്തെ ഒരു ടോപ്പ് ഇൻ്റലക്ച്വലായിട്ടാണ് ആളുകൾ കേരളത്തിലൊക്കെ കാണുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ അദ്ദേഹം എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വലിയ ടോപ്പ് ഇൻ്റലക്ച്വലായിട്ടാണ് കാണുന്നത്. അതെ, ആണ് അതെ. മുസ്ലിങ്ങൾ ഇതുമായിട്ട് താരതമ്യം പാടില്ല, കോംപ്രമൈസ് പാടില്ല എന്ന് നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ്? പക്ഷെ മുസ്ലിങ്ങളെ കൂടുതൽ അതെ ഇതിൽ വാദിക്കുന്നത് ഒന്ന് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഉണ്ട്. അത് ഈ മറ്റേതിൻ്റെ ഇർഫാൻ ഹബീബിൻ്റെ തുടർച്ചയായിട്ടാണ് കാണുന്നത്. ഇർഫാൻ ഹബീബ് അതിലൊരു പ്രോമിനൻറ്റ് റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. കാരണം ആളുകൾ അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിലല്ല കാണാറുള്ളത്. അദ്ദേഹത്തെ ഒരു ടോപ്പ് ഇൻ്റലക്ച്വലായിട്ടാണ് ആളുകൾ കേരളത്തിലൊക്കെ കാണുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ അദ്ദേഹം എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വലിയ ടോപ്പ് ഇൻ്റലക്ച്വലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് ആ രൂപമുണ്ട്. അല്ലാതെ പിന്നെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മുസ്ലിം വോട്ട് കിട്ടണമെങ്കിൽ പിന്നെ ഇതാണ് നല്ല മാർഗം. എനിക്ക് ലീഗിൻ്റെ സ്റ്റാൻഡ് കുറേ കൂടിയും ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലീഗ് കഴിഞ്ഞ പ്രാവശ്യവും ഇത് പള്ളി പൊളിച്ച അവസരത്തിലും ഒരു വലിയ പ്രകോപനത്തിന് പോവാതെ മുസ്ലിം ആളുകളെ അവർ തടുത്ത് നിർത്താൻ അവർക്ക് കഴിഞ്ഞു. ഇപ്പോഴും അവരുടെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം അവർക്ക് മുസ്ലിംസിൻ്റെ ഇൻട്രസ്റ്റും കൂടി നോക്കണം. അത് നോക്കിയിട്ട് ഇത്ര ബാലൻസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് അവർ പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ശരിക്കും ബഹുമാനം അർഹിക്കുന്ന ഒരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിലൊക്കെ വളരെ പ്രാക്ടിക്കലാണ് അവർ. കോൺഗ്രസിന്റെ തീരുമാനത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസ് കുറേ കൂടിയും പിന്നെ ഈ കാര്യത്തിലൊക്കെ പിന്നെ ശരിക്കും കുറേ കൂടി മുന്നോട്ട് വരേണ്ടിയിരുന്നു. കാരണം ആദ്യം ഏറ്റവും രാജീവ് ഗാന്ധിയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ വികാരം മനസ്സിലാക്കാൻ വേണ്ടി കോൺഗ്രസ്സിന് സാധിക്കേണ്ടിയിരുന്നു. പക്ഷെ കോൺഗ്രസ്സിനെ നിയന്ത്രിക്കുന്ന കൂട്ടത്തിൽ പല ആളുകളും ആ രൂപത്തിലല്ല ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ഹിന്ദു സൈക്കി കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല എന്നാണ് തോന്നുന്നത്. ശരിയാ, തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നുള്ള പേടിയുണ്ട്. കാരണം കോൺഗ്രസ് പോയാൽ പിന്നെ ആരാ ഉള്ളത്? ഇവർ വേണ്ടത് എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാൻ പിന്നെ തുനിഞ്ഞിറങ്ങുന്നൊരു ഗ്രൂപ്പായിട്ടാണ് ഇന്ന് BJP മാറിക്കഴിഞ്ഞത്. ഇപ്പം EDയും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കുന്ന രൂപം കാണുന്ന തരത്തിന് വിഷമം തോന്നും. ഉണ്ട്. അതെ അല്ല, ശരിയാണ്. അത് താങ്കൾ പറഞ്ഞറിയാം, സെമിറ്റിക് റിലിജൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഹിന്ദുയിസത്തിലേക്കും വരുന്നുണ്ട്. പക്ഷെ അതൊരു ടെമ്പററി സ്റ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതധികം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നേരം ഇതാവും. അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഈ സിമിൻ്റെ ആൾക്കാരോട് ഞാൻ 2 മീറ്റിങ്ങിലേക്ക് അവരെന്നെ വിളിച്ചിരുന്നു. അല്ല, സിമി ഇല്ലേ? അല്ല പണ്ടിൻ്റെ സിമി ഇസ്ലാമിക് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് തന്നെയല്ലേ. അപ്പോൾ അവരെന്നെ പിന്നെ വിളിച്ചു. ഒന്ന് ഇവിടെ വെച്ചിട്ടായിരുന്നു, ഒമാനിൽ വെച്ചിട്ടായിരുന്നു. ഞാനൊരു ഇൻ്റർനാഷണൽ ആർക്കിയോളജിക്കൽ പിന്നെ എക്സ്കവേഷൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ഈ ചോദ്യം ചോദിച്ചു, പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്കൊരു പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രം തന്നു, അതിൻ്റെ ശേഷവും ഇന്ന് ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമായിട്ട് നിൽക്കുന്നത് ഹിന്ദു മെജോറിറ്റി ഉള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഈ അയോധ്യ ഇഷ്യൂ ഒക്കെ ഞാൻ വളരെ വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇതാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനുശേഷം അവരെ പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാർ എന്നെ വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ലേ ഈ രൂപത്തിൽ സയ്യിദ് ഷഹാബുദ്ദീൻ ആയിരുന്നു അന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ ആൾ. അതെ അദ്ദേഹത്തോട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ അറിയില്ല, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തതെന്ന്. പക്ഷേ ഒരു 6 മാസത്തിനുള്ളൊരു ഇൻസിഡൻറ്റ് വന്നു. അദ്ദേഹം എന്നെ പ്രകീർത്തിച്ചു കൊണ്ടൊരു കത്ത് എഴുതി. അന്ന് ആനന്ദ് കുമാർ എന്ന് പറഞ്ഞ മിനിസ്റ്ററാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ കത്ത് എൻ്റെ അടുത്ത് വന്ന അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിനൊരു മറുപടി ചെയ്തു.
അപ്പം ഞാൻ പറഞ്ഞു, സർ ഞാനിതിൽ പങ്കെടുത്ത ആളാണ്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ ഏതെങ്കിലും പിന്നെ ക്ഷേത്രത്തിൻ്റെ ധാരാളം ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഏതെങ്കിലും രൂപത്തിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, ഇത് പരിഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ വളരെ നന്നായിരുന്നു. അല്ല, എനിക്ക് മറുപടി എഴുതിയതിൽ അത് പറഞ്ഞു, ഞാൻ ഈ പ്രശ്നം ഒരു മുഷാവറ കമ്മിറ്റിൻ്റെ അതിന് മുമ്പിൽ വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു മാസത്തിന് ശേഷം പിന്നെ വന്ന് ഞാൻ അവരുടെ മുമ്പിൽ വെച്ചു. പക്ഷേ അവരാരും തന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറുപടി എഴുതുകയും ചെയ്തു. അപ്പോൾ ഇത് മുസ്ലിങ്ങളൊക്കെ പല ആൾക്കാരും നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരൊക്കെ ഇത് ശരിയാണ് എന്ന് അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ പിന്നെ ഹിന്ദു മതമുള്ളത് കൊണ്ടാണ് എന്നൊരു ജനാധിപത്യ, അതും സെക്യുലർ കൺട്രി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരിക്കലും തന്നെ സെക്യുലർ കൺട്രി ആവില്ല എന്നുള്ളത് എല്ലാ ആൾക്കാരും അംഗീകരിക്കുന്നതാണ്. ഈ സിമി ആൾക്കാരുടെ റെസ്പോൺസ് എന്തായിരുന്നു? അല്ല, അവരെന്നോട് പറഞ്ഞത് ഇതിനെക്കുറിച്ച് അയോധ്യ ഇഷ്യൂവിനെ കുറിച്ച്, അത് ഞാൻ പോകുന്നത് 2000-ലാണ് പോകുന്നത്. അന്നിങ്ങനെ പുകഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ആ അവസരത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവരെന്നെ പിന്നെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ കുന്നമംഗലത്ത് കുറേ സിമിൻ്റെ ഗ്രൂപ്പുണ്ട്, എൻ്റെ പല ആൾക്കാരും റിലേഷനാണ്. കാരണം ഞാനെന്ന് പറഞ്ഞാൽ കൊടുവള്ളിയിൽ നിന്നാണ്. ഈ SDPIൻ്റെ എല്ലാ ആൾക്കാരും എൻ്റെ വളരെ അടുത്ത ആൾക്കാരാണ്. അതെ, ഈ അബു എൻ്റെ ഒരു കൊല്ലം സീനിയറാണ്. കോയ എപ്പോഴും കൊടുവള്ളിയിലായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അറിയാം. അതുപോലെ എനിക്ക് പിന്നെ നല്ലതുമാണ് പലപ്പോഴും എൻ്റെ മൂവ്മെൻറ്റൊക്കെ അവർക്ക് അറിയുകയും ചെയ്യുക. അപ്പോൾ എപ്പോഴാണ് കൈവെട്ടുക കാല് വെട്ടുക എന്നുള്ളതൊന്നും പറയാനും പറ്റില്ല, എന്ത് സംഭവിക്കുക. ഉണ്ടായിരുന്നു, നല്ല സ്ട്രോങ് ആണ്. ഏത് ധാരാളം. ഞാൻ 3 വർഷം വരെ ഞാൻ പോലീസ് സെക്യൂരിറ്റിയിലായിരുന്നു. ഇപ്പോഴും ഞാൻ പുറത്തൊക്കെ ഇറങ്ങാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ വരികയുള്ളൂ. അല്ല, അവരൊക്കെ അതൊക്കെ എല്ലാ ആൾക്കാരും അംഗീകരിച്ചു. ഞാൻ പിന്നെ മറ്റേ ഇയാളില്ലായിരുന്നു, നമ്മളെ മരിച്ചൊരു പിന്നെ ഇതിൻ്റെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു അമീർ സിദ്ദീഖ് ഹസൻ സാഹിബ്, അദ്ദേഹമൊക്കെ ഇത് വിട്ടുകൊടുക്കുന്നുള്ള അഭിപ്രായമുള്ള ആളായിരുന്നു. അത് അയാൾ എന്നോട് പറഞ്ഞിട്ടില്ല. അയാൾ ബന്ധമുണ്ടായിരുന്നു, പക്ഷെ അയാൾ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അയാൾ അങ്ങനെ അഭിപ്രായമുള്ള ആളായിരുന്നു. അബ്ദുൽ സാഹിബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൂപ്പരായിട്ട് ബന്ധമുണ്ട്, ബന്ധം നടക്കുന്ന റിലേഷനാണ്. പിന്നെ മൂപ്പർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, പക്ഷേ ഇവർക്കൊക്കെ തുറന്ന് പറയാൻ പേടിയാണ്. കാരണം ഇസ്ലാമിൽ അങ്ങനെ തുറന്ന് പറഞ്ഞപ്പം ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇസ്ലാമിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത് പക്ഷേ ഈ ഭൂമി പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി ചോദ്യമുണ്ട്. ശരിക്കും ഇസ്ലാമിക നിയമപ്രകാരം നമ്മൾ പിടിച്ചെടുത്ത ഭൂമിയിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അതും സ്വീകാര്യമല്ലല്ലോ. വഖഫാകുന്നത് 2ാമത്തെ ഘട്ടത്തിലാണല്ലോ.